മകരസംക്രാന്തി എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്കുള്ള ആൾക്കാർക്കൊക്കെ വലിയ ആഘോഷമാണ്. ഓരോ നാടുകളിൽ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാടുകളിൽ മകരസംക്രാന്തി എന്ന് പറയുകയാണെങ്കിലും പഞ്ചാബ് ആ ഒരു സൈഡിലൊക്കെ ലോറി എന്നാണ് പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഗുജറാത്ത് സൈഡിലൊക്കെയാണ് മെയിനായിട്ട് പട്ടം പറത്തൽ ഉത്സവം. അതിപ്പോൾ പല നാട്ടുകാരും കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള മലയാളികളും അതിൽ പങ്കുചേരുന്നു എന്നർത്ഥം. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഈ നോർത്ത് സൈഡിലൊക്കെ ഉള്ള ആൾക്കാർ അന്നേ ദിവസം ഒരുപാട് മധുര പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആദ്യം കാരപ്പ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, നമ്മുടെ ഉണ്ണിയപ്പം. അത് പറ്റില്ല, അപ്പോൾ പിന്നെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ പരിപാടിയിലോട്ടാണ്. അപ്പം അമ്മ കൊണ്ടുവന്ന അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് തീർന്നു. അത് ഉള്ള സമയത്ത് എനിക്കതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലേ. ഇന്നിപ്പോൾ മെനക്കെട്ട് പച്ചരി കഴുകി പൊടിച്ചിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. തേങ്ങാക്കൊത്തും പിന്നെയെന്ന് വെച്ചാൽ ശർക്കര, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കരയാണ്, നല്ല ശർക്കരയാണ്. അത് നമ്മൾ ഉരുക്കിയിട്ടാണ് ഇതിലോട്ട് ഇടുന്നത്. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കാരണം എന്ന് വെച്ചാൽ ഈ ശർക്കരയിൽ ചിലപ്പോൾ ഉപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചില ശർക്കരയിൽ ഉണ്ടാകും. അങ്ങനെ പിള്ളേരൊക്കെ പട്ടം പറത്താൻ പോയിരിക്കുകയാണ്. 2-3 ദിവസമായിട്ട് പിള്ളേരൊക്കെ പട്ടത്തിൻ്റെ പിറകെയാണ്. അപ്പോൾ നെയ്യപ്പം എന്ന് വെച്ചാൽ നമ്മളിതിന് മൈദപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല നെയ്യപ്പം നമുക്ക് കിട്ടും. അതുകൊണ്ട് മൈദയൊന്നും ഞാൻ ചേർക്കുന്നില്ല. നോർമലായിട്ട് പച്ചരി ഇതാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ശർക്കര പാനി ഒഴിച്ച്, പിന്നെ ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ ഒരു നേന്ത്രപ്പഴം ചേർത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുഞ്ഞ് ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ നേന്ത്രപ്പഴം ചേർത്തപ്പോഴേ ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അടിപൊളി ടേസ്റ്റ് അതിലേക്ക് കിട്ടി. പിന്നെ കുറച്ച് നെയ്യിൽ, അപ്പോൾ നേന്ത്രപ്പഴം ഇതാണ് നന്നായിട്ട് പഴുത്തിയായിരുന്നേ. നെയ്യിൽ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വറുത്തിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തു നമ്മുടെ നെയ്യപ്പം. അപ്പോൾ എനിക്കിതൊന്നല്ല പറയാനുള്ളത്. എനിക്ക് ഈ പട്ടം പറത്തൽ ഉത്സവം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടെൻഷനാണ്. ആദ്യം ഞങ്ങളിവിടെ വന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്, കാരണം ഇതൊക്കെ നമ്മൾ കാണാത്ത പരിപാടികളല്ലേ. പക്ഷേ ഇപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും പിള്ളേരും അങ്ങ് വളർന്ന് വരുമ്പോഴേ വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മാഞ്ച എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഈ പട്ടം പറത്തലിൻ്റെ ഒരു നൂലാണ്. ആ നൂല് എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചതേ ഉള്ളൂ. അതിനുശേഷം എന്ന് വെച്ചാൽ അത് എന്താ പറയുക നിർത്തലാക്കിയെന്ന് പറഞ്ഞെങ്കിലും നിർത്തലാക്കിയിട്ടൊന്നുമില്ല, ഇപ്പോഴും കിട്ടാനുണ്ട്. അപ്പോൾ മണിക്കുട്ടിയൊക്കെ അതൊക്കെ തേടി പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടൊക്കെ കളിക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും കൈയൊക്കെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു. പിന്നെ കുഞ്ഞൂസിൻ്റെ നമ്മുടെ താടിയുടെ ഒരു സൈഡൊക്കെ പോയേ. അപ്പോൾ എനിക്കിങ്ങനെ ടെൻഷനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മകരസംക്രാന്തി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തോ ഒരു വല്ലാത്തൊരു സമാധാനം. അപ്പോൾ നമ്മുടെ നെയ്യപ്പൊക്കെ ആയി. ഇനിയിപ്പോൾ ഇതാ കുഞ്ഞൂസ് പട്ടം പറത്താൻ പോയി. ഇയാളും ഇപ്പോൾ പോയി വന്നതേ ഉള്ളേ. അപ്പോൾ കണ്ടോ പട്ടം പറത്തിട്ട് വരുന്ന വഴിയാണ്. രാവിലെ തൊട്ട് ആഹാരമൊന്നും ഇവർക്ക് വേണ്ട പട്ടം പറത്താൻ കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 10-15 പട്ടമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പിടിച്ചിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിക്കുവേ അവർ. അപ്പോൾ അതൊക്കെയാണ് ഈ പട്ടം പറത്തൽ ഉത്സവം എന്ന് പറയുന്നത്.